ഹലോ ഡിയർ ഫ്രണ്ട്സ്, നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത്. ഞാൻ ഇന്നിവിടെ ഒരു തലശ്ശേരി ദം ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് 4 പേർക്ക് സെർവ് ചെയ്യാനുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കന് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിനാണ് കാശ്മീരി മുളക് പൊടി എടുത്തത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 ഉള്ളി, അതുപോലെ 2 തക്കാളി, കുറച്ച് പുതിനയില, മല്ലിയില, 2 വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു 15 വെളുത്തുള്ളി. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കൻ വേണ്ടിയുള്ള ബിരിയാണി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇവിടെ 3 വലിയ ഉള്ളിയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. നിങ്ങളെ കയ്യിൽ ചിക്കൻ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. റൈസൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഗീ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് റൈസ് തയ്യാറാക്കി ചേർക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ ചെറിയ രീതിയിൽ റൈസ് തയ്യാറാക്കുന്നത് കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സമയം മാത്രമാണ് നമുക്കിത് കൂടുതലായി ആവശ്യമായിട്ട് വരുന്നത്. എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് എല്ലാം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് വേവാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി വേറെ ഒരു സൈഡിൽ നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കണം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി, ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ചോറിലും ചിക്കനിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് നല്ല ചുവപ്പ് നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൽ തന്നെയാണ് ചോറ് തയ്യാറാക്കി എടുക്കുന്നത്.
കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, അതുപോലെ തന്നെ ഒരു വഴനയില, സ്റ്റാർ അനീസ്, ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ മസാലകളാണോ സ്പൈസസ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് കൈമ റൈസ് വൃത്തിയായി കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം വാർത്തെടുത്തതാണ്. ഇവിടെ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 2 വഴനയില ചേർത്ത് കൊടുക്കാം. നമുക്ക് എണ്ണയിലിട്ട് അരിയൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം 2 കപ്പ് അരിക്ക് ഞാനിവിടെ 3.5 ഗ്ലാസ് വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈമ റൈസിന് പകരം ബസ്മതി റൈസും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് കൈമ റൈസ് ചേർത്ത് തലശ്ശേരി ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. ഞാനതുകൊണ്ട് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി അടച്ചു വെച്ച് ചോറ് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയറായിട്ട് ദം ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളി വഴറ്റിയെടുത്തത് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ ചോറ് ചേർത്ത് ലെയറായിട്ട് ചോറും ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ 2 ലെയറായിട്ട് മാത്രമേ ദം ചെയ്യാൻ വെക്കുന്നുള്ളൂ. വീണ്ടും നമുക്ക് പുതിനയിലയും മല്ലിയിലയും അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചാണ് ബിരിയാണി ദം ചെയ്യാൻ വെക്കുന്നത്. ഇനി നന്നായിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഫോയിലൊക്കെ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. ഇതിനി ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.